ഇന്ന് നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മെഷർമെന്റ് കപ്പിൽ അളന്നിട്ടാണ് എടുത്തേക്കുന്നത് 2 കപ്പ്. ഇതിലേക്ക് മൈദപ്പൊടിയും പഞ്ചസാരയും ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് മെഷർമെന്റ് കപ്പിൽ അളന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇത് നിങ്ങൾ കുഴച്ചെടുത്ത് വരുമ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചിരിക്കണം. പിന്നെ വേണ്ടത് ഏലക്കായാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഈ ഏലക്കായ കുറച്ചുള്ളതുകൊണ്ട് ഇത് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പൊ നിങ്ങൾ പഞ്ചസാര പൊടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏലക്കായ കൂടിയും ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ ഇതിലേക്ക് 2 മുട്ടയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള ഉപ്പും പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈമ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും വേണം. ഒരു 2-3 തുള്ളി ഓയിൽ മതിയാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ വെട്ടുകേക്ക് ആക്കാന്ന്. ഇത് മിക്സ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാരയും ഏലക്കായയും ചേർക്കുക. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായയും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. എൻ്റെ വീട്ടിൽ കോഴിയുണ്ട്. അതിനകത്ത് ഒരു ടൈപ്പ് കോഴി ഇടുന്നത് ഗ്രീൻ കളർ മുട്ടയാണ്. ആ മുട്ടയാണ് ഇത്. ഈ മുട്ടയ്ക്ക് കൊളസ്ട്രോൾ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഇതിൻ്റെ പുറത്ത് മാത്രമേ ഈ ഗ്രീൻ കളറുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ സാധാരണ മുട്ട പോലെ തന്നെയാണ്. ഈ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി അതും ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യും. ഇതിലേക്ക് 1 നുള്ള ഉപ്പ് ചേർക്കാം. പഞ്ചസാര ചേർക്കണമെങ്കിലും 1 നുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ഏലക്കായയും ബേക്കിംഗ് പൗഡറും ഉപ്പും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറേശ്ശെ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അത് നിങ്ങൾ ചേർക്കുമ്പോൾ മൈദപ്പൊടി ഒരുമിച്ച് ചേർക്കണ്ട, കുറേശ്ശെ ചേർക്കുക. അത് നിങ്ങളുടെ അളവിൽ അങ്ങനെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് അത് കുഴച്ചെടുക്കുമ്പോൾ ശരിക്കും കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഏറ്റവും ആദ്യം ഒരു 3/4 ഭാഗം മാത്രമേ ചേർക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനീ പറഞ്ഞേക്കണ അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് 2 കപ്പ് മൈദപ്പൊടിയാണ് ആവശ്യം വരാൻ. ഇത് നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതെടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇടാം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇത് വെച്ചിട്ട് നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ മാവ് നമ്മൾ എത്ര നേരം വെച്ചാലും മാവ് പൊന്തി വരില്ല. ഈസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാവ് പൊന്തി വരുള്ളൂ. ഈ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മാവ് എടുത്തിട്ട് നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കാം. നമ്മളിത് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതെടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് റോൾ ചെയ്തെടുക്കാൻ പോണതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ നമ്മളിത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. പക്ഷെ നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ ഇതേപോലെ ഓയിൽ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ മാവ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കണം.
ഇതിനൊരു നീളത്തിലുള്ള ഒരു പൈപ്പ് പോലെ വേണം ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് കനം കുറഞ്ഞു പോകരുത്. ഇത് റോൾ ചെയ്യുമ്പോൾ എല്ലാ സൈഡും നമ്മൾ റോൾ ചെയ്യണം, അല്ലെങ്കിൽ അത് സെൻറ്ററിൽ മാത്രം റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെൻറ്റർ മാത്രം ഭയങ്കര കനം കുറഞ്ഞിട്ട് പോകും. ഇതേപോലെ ഇത്രയ്ക്ക് വീതിയിൽ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇത് കൈ കൊണ്ട് ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി കൊടുക്കുക. ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതേപോലെ ഈ സൈഡും മാറ്റുക. ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, റെക്റ്റാങ്കിളായിട്ടും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ പോലെ ഇരിക്കും. എനിക്ക് അതിനെ കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു 2-3 റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് സ്ക്വയറായിട്ട് ഓരോ പീസും കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് ചെറുതാവരുത്. ഇത്ര വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് റെക്റ്റാങ്കിളിൽ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് വെച്ചേക്കണ ഓരോ പീസ് നമുക്ക് മാറ്റിയെടുക്കുക. ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് വേണം ഇതിനെ നമുക്ക് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തേക്കണത് ഇതിങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ 1/4 ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഏറ്റവും ആദ്യം ഇതിങ്ങനെ കട്ട് ചെയ്യുക. 1/4 ഭാഗം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക. അതും 1/4 ഭാഗം കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാനും ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കത്തീമ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ്ടെങ്കിൽ കത്തീമ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ സ്ക്വയറായിട്ടുള്ളതെല്ലാനും ക്രോസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിലുള്ളത് എങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഈ വീതി കൂടിയ ഈ സൈഡ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. സ്ക്വയർ കട്ട് ചെയ്തത് 1/4 ഭാഗം മാത്രമേ കട്ട് ചെയ്തുള്ളൂ. ഈ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തത് ഇവിടുന്ന് കുറച്ച് കയറ്റിയിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും താഴെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും നമുക്ക് ആ ഷേപ്പ് കിട്ടുക. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ അടി വരെ കട്ട് ചെയ്യണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് നല്ല ഭംഗിയിൽ ഗോൾഡൻ കളർ വരും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ചേർക്കാം. ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വറുത്തെടുക്കുക. ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. ഇതൊരു സൈഡ് പതുക്കൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടുക. ഇതൊരു സൈഡ് പതുക്കൊന്ന് മൊരിയാണ്ട് തിരിച്ചിടരുത്. അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് പോകും. അത് കഴിഞ്ഞിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് നമുക്ക് മൊരിച്ചെടുക്കണം. ഇത് 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ നല്ല കളറിലിരിക്കണം. ഇത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്.
സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ കഴിക്കുമ്പോൾ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ വെട്ട് കേക്കും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക.